എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത് അവസാന പന്ത് വരെ കാണികളുടെ ശ്വാസം നിലപ്പിച്ചു നിർത്തിയ അത്യന്തം നാടകീയമായ ഒരു പോരാട്ടത്തിനാണ്. ഡൽഹി ക്യാപിറ്റൽസ് വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നുവെന്നും KL രാഹുൽ തന്റെ കൊടുങ്കാറ്റ് പോലെയുള്ള ബാറ്റിംഗിലൂടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താടിയെല്ലിൽ നിന്ന് വിജയം തട്ടിയെടുക്കുമെന്നും തോന്നിപ്പിച്ച നിമിഷങ്ങൾ. എന്നാൽ പെട്ടെന്ന് കളിയുടെ ഗതിയാകെ മാറിമറിഞ്ഞു. ഡൽഹിയുടെ കൈകളിൽ നിന്ന് വിജയം മണൽത്തരികൾ പോലെ ചോർന്നുപോയി. കൈപ്പിടിയിലൊതുക്കിയെന്ന് കരുതിയ മത്സരം കൈവിട്ടു പോയതിനുശേഷം ഡൽഹിയുടെ സൂപ്പർ താരം KL രാഹുലിന്റെ സങ്കടം അണപൊട്ടി ഒഴുകുകയായിരുന്നു. തന്റെ ടീമിന്റെ പരാജയത്തിലുള്ള കടുത്ത നിരാശ മാത്രമല്ല, ഡ്രസ്സിംഗ് റൂമിൽ തന്റെ തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ തുറന്നുപറച്ചിലുകൾ ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. മത്സരത്തിന്റെ സാങ്കേതിക വശങ്ങളിലേക്കും മൈതാനത്തെ ആവേശത്തിലേക്കും കടന്നാൽ, ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ഫ്ളാറ്റ് പിച്ചിന്റെ എല്ലാ ആനുകൂല്യങ്ങളും മുതലെടുത്ത് 210 റൺസ് എന്ന ഒരു ഹിമാലയൻ ലക്ഷ്യമാണ് പടുത്തുയർത്തിയത്. ഡൽഹി ക്യാപിറ്റൽസിന് ഇതൊരു വലിയ വെല്ലുവിളി ആയിരുന്നുവെങ്കിലും അവരുടെ തുടക്കം വളരെ പ്രതീക്ഷ നൽകുന്നതും ശക്തവുമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഡൽഹി വളരെ എളുപ്പത്തിൽ ഈ ലക്ഷ്യം മറികടക്കുമെന്ന് തോന്നിപ്പിച്ചു. കാരണം ക്രീസിൽ KL രാഹുൽ തന്റെ മാന്ത്രികവും ക്ലാസിക്കുമായ ബാറ്റിംഗിലൂടെ ഗുജറാത്തിന്റെ ലോകോത്തര ബൌളർമാരെ ഛിന്നഭിന്നമാക്കുകയായിരുന്നു. രാഹുലിന്റെ ബാറ്റിൽ നിന്ന് പിറന്ന ഓരോ ഷോട്ടും ആത്മവിശ്വാസം തുളുമ്പുന്നതായിരുന്നു. എതിർ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ പൂർണ്ണമായും നിസ്സഹായനാക്കിക്കൊണ്ട് മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും അദ്ദേഹം ബൗണ്ടറികളുടെ ഒരു മഴ തന്നെ പെയ്യിച്ചു. വെറും 52 പന്തുകൾ നേരിട്ട രാഹുൽ 11 മനോഹരമായ ഫോറുകളും ആകാശചുംബികളായ 4 സിക്സറുകളും സഹിതം 92 റൺസിന്റെ അതിഗംഭീരമായ ഒരു ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. ഇന്ന് രാഹുലിന്റെ സെഞ്ചുറി തികയുമെന്നും ഡൽഹി വിജയക്കൊടി പാറിക്കുമെന്നും സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ഓരോ കാണിയും ഉറപ്പിച്ചു. എന്നാൽ ഡൽഹിക്ക് അവസാന ഓവറുകളിൽ അതിവേഗം റൺസ് ആവശ്യമുള്ള മത്സരം ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ നിൽക്കെ നിർഭാഗ്യം അവരെ വേട്ടയാടി. മുഹമ്മദ് സിറാജിന്റെ കൃത്യതയാർന്നതും മൂർച്ചയേറിയതുമായ ഒരു പന്തിൽ വലിയ ഷോട്ട് എടുക്കാൻ ശ്രമിച്ച രാഹുലിന്റെ ബാറ്റിൽ പന്തുരസി. വിക്കറ്റിനു പിന്നിൽ പുള്ളിയുടെ വേഗതയോടെ ജോസ് ബട്ട്ലർ ആ പന്ത് പറന്നുപിടിച്ചു. ആ ഒറ്റ നിമിഷത്തിൽ ഡൽഹിയുടെ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയമാണ് തകർന്നു വീണത്. രാഹുലിന്റെ വിക്കറ്റ് വീണതോടെ ഡൽഹി ക്യാപിറ്റൽസിന്റെ നട്ടെല്ലൊടിഞ്ഞു. പിന്നീടങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെ ഡൽഹിയുടെ ബാറ്റിംഗ് നിര തകർന്നടിയുകയും വിജയത്തിന്റെ പടിവാതിൽക്കലെത്തിയ ടീം ലക്ഷ്യത്തിന് വെറും കുറച്ചു റൺസകലെ വീണുപോകുകയും ചെയ്തു. മത്സരം അവസാനിപ്പിച്ച് അമ്പയർമാർ കളി തീർന്നതായി പ്രഖ്യാപിച്ചപ്പോൾ രാഹുലിന്റെ മുഖത്ത് പരാജയത്തിന്റെ കടുത്ത വേദനയും നിരാശയും വ്യക്തമായി കാണാമായിരുന്നു. ഏറെ നേരം പിച്ചു നോക്കി നിന്ന ശേഷം വളരെ ഭാരിച്ച മനസ്സോടെയാണ് അദ്ദേഹം ഡഗ്ഔട്ടിലേക്ക് മടങ്ങിയത്. അങ്ങനെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ തല കുനിച്ചു നിന്നുകൊണ്ട് വികാരങ്ങൾ അടക്കി പിടിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ പരാജയം ഞങ്ങൾക്ക് വെറും ഒരു മത്സരഫലമല്ല, ഒരിക്കലും ഉണങ്ങാത്ത ഒരു വലിയ മുറിവ് കൂടിയാണ്. ഏതാണ്ട് പൂർണ്ണമായും മത്സരം ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ അവസാനം അത് ഫിനിഷ് ചെയ്യുന്നതിൽ ഞങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. എന്റെയും മുഴുവൻ ടീമിന്റെയും ഉള്ളിൽ അതിന്റെ വലിയ സങ്കടമുണ്ട്. തന്റെ പുറത്താകലിനെക്കുറിച്ച് തികഞ്ഞ ആത്മനിന്ദയോടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. തികഞ്ഞ സത്യസന്ധതയോടെ പറയുകയാണെങ്കിൽ, ടീമിന് എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന ആ നിർണായക സമയത്ത് വിക്കറ്റ് വലിച്ചെറിഞ്ഞതിൽ എനിക്ക് കടുത്ത കുറ്റബോധമുണ്ട്. 90 റൺസിലധികം നേടിയ ഒരു സെറ്റ് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അവസാനം വരെ ക്രീസിൽ നിന്ന് കളി ജയിപ്പിച്ചു മടങ്ങുക എന്നത് എന്റെ ധാർമ്മിക ഉത്തരവാദിത്വമായിരുന്നു. ആ ഒരൊറ്റ തെറ്റായ ഷോട്ട് ടീമിന്റെ മുഴുവൻ കഠിനാധ്വാനത്തെയും ഇല്ലാതാക്കി. ഈ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു സീനിയർ താരമെന്ന നിലയിൽ ഞാൻ ഏറ്റെടുക്കുന്നു. സ്വന്തം പിഴവുകൾ എണ്ണി പറഞ്ഞപ്പോഴും എതിർ ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വ പാടവത്തെ പ്രശംസിക്കാൻ രാഹുൽ മറന്നില്ല. ഒരു യഥാർത്ഥ കായിക താരത്തിന്റെ മാന്യതയോടെ അദ്ദേഹം പറഞ്ഞു: ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ന് നമ്മൾ ശുഭ്മാൻ ഗില്ലിന് പൂർണ്ണ ക്രെഡിറ്റും നൽകിയേ തീരൂ. പ്രായത്തിലും പരിചയത്തിലും അവൻ എന്നേക്കാൾ ചെറിയവനാണെങ്കിലും ഇന്ന് മൈതാനത്ത് ഒരു മുതിർന്ന ഇതിഹാസത്തെ പോലെയാണ് അവൻ ടീമിനെ നയിച്ചത്. സമ്മർദ്ദം നിറഞ്ഞ നിമിഷങ്ങളിൽ അവൻ ഫീൽഡിംഗ് വിന്യസിച്ച രീതിയും കൃത്യസമയത്ത് ബൌളർമാരെ മാറ്റിയതും ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞുമുറുക്കി. റഷീദ് ഖാനെയും മുഹമ്മദ് സിറാജിനെയും ഗിൽ ഉപയോഗിച്ച രീതിയെ രാഹുൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. അവരുടെ കൃത്യതയാർന്ന സ്പെല്ലുകൾ ഡൽഹി ബാറ്റ്സ്മാൻമാർക്ക് വലിയ ഷോട്ടുകൾ കളിക്കാൻ യാതൊരു പഴുവും നൽകിയില്ല. ഗില്ലിന്റെ ആസൂത്രിതവും ആക്രമണോത്സുകവുമായ ക്യാപ്റ്റൻസിയാണ് ഡൽഹിയെ മാനസികമായി തളർത്തിയതെന്നും തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചതും രാഹുൽ സമ്മതിച്ചു. തുടർന്ന് ഡൽഹിയുടെ മറ്റു ദൗർബല്യങ്ങളിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടി. മധ്യ ഓവറുകളിൽ നിതീഷ് റാണ, യുവതാരം സമീർ റിസ്വി വേഗത്തിൽ പുറത്തായത് ടീമിന്റെ റൺ നിരക്കിനെ സാരമായി ബാധിച്ചു. 210 പോലെ ഒരു വമ്പൻ സ്കോർ പിന്തുടരുമ്പോൾ കൃത്യമായ കൂട്ടുകെട്ടുകൾ അനിവാര്യമാണെന്നും അതിലെ വീഴ്ചയാണ് വാലറ്റക്കാർക്ക് താങ്ങാനാവാത്ത സമ്മർദ്ദം നൽകിയതെന്നും രാഹുൽ വ്യക്തമാക്കി. എന്നാൽ തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ രാഹുലിന്റെ സ്വരത്തിൽ പുതിയൊരു പ്രതീക്ഷയും നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. തോൽവി എപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഇവിടെ തകർന്നു വീഴാൻ പോകുന്നില്ല. ഈ കൈപ്പേറിയ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളും.
നടുത്ത മത്സരത്തിൽ പുതിയ ഊർജ്ജത്തോടെയും പുതിയ തന്ത്രങ്ങളോടെയും ഞങ്ങൾ തിരിച്ചുവരും. ഞങ്ങളുടെ ആരാധകരെ ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. ഒരു മുറിവേറ്റ സിംഹത്തെപ്പോലെ ഡൽഹി ക്യാപിറ്റൽസ് വരും മത്സരങ്ങളിൽ തിരിച്ചുവരുമെന്ന് ഈ സുദീർഘമായ പ്രസ്താവനയിലൂടെ KL രാഹുൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, രാഹുൽ വിജയത്തിനായി എത്രത്തോളം ആഗ്രഹിച്ചിരുന്നുവെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. 92 റൺസിന്റെ ഈ വീരോചിതമായ ഇന്നിംഗ്സ് കളിച്ചിട്ടും ഡൽഹിയുടെ തോൽവിക്ക് രാഹുലിനെ കുറ്റം പറയുന്നത് ശരിയാണോ? ഡൽഹി ക്യാപിറ്റൽസിന് പ്ലേ ഓഫ് റേസിലേക്ക് ശക്തമായി തിരിച്ചുവരാൻ സാധിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. രാഹുൽ ഫൈറ്റർ എന്നാണോ അതോ ഗിൽ മാസ്റ്റർ മൈൻഡ് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.